ചില സിനിമകളിലൊക്കെ ഭയങ്കര ബ്രൂട്ടാലിറ്റി അത് ഭയങ്കര കൂടുതലായിരിക്കും. ഒരു രാക്ഷസൻ എന്നൊക്കെ പറഞ്ഞ ആ സിനിമയിലൊക്കെ ആ ഭയങ്കര ബ്രൂട്ടലായിട്ടാ ചെയ്യുന്നത്. ചിലപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കൊല്ലുവാണെങ്കിൽ അത് നമുക്കും ഇഷ്ടപ്പെടില്ല പ്രേക്ഷകർക്ക്. അപ്പൊ അങ്ങനെയുള്ള ക്രിയേറ്റീവ് സ്പേസ് എല്ലാ സിനിമകളിലും കിട്ടും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഇപ്പോൾ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സ് നമ്മളോട് ആദ്യം ഡിസ്കസ് ചെയ്യും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതിന് ശേഷം ഷൂട്ട് ചെയ്യുന്നത് ഓൾറെഡി ആ സെറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യും. ചിലപ്പോൾ ആ സെറ്റിൽ വന്ന് അല്ലെങ്കിൽ ആ ലൊക്കേഷൻ കാണുമ്പോൾ കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഞാൻ ഡയറക്ടറായിട്ട് ചോദിക്കും, നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്താലോ? അപ്പോൾ ചിലപ്പോൾ ആ കഥ വിട്ടിട്ട് പോകുന്നുള്ള ഇത് പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യില്ല. അല്ലാത്ത കേസിൽ എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്താൽ ഭംഗിയാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും നോക്കുന്നത് ഫൈറ്റ് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ സീൻസ് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും, മാക്സിമം സ്പേസ് തരും, ഡയറക്ടേഴ്സ് തരും. തന്നില്ലെങ്കിൽ എന്താന്ന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്കിന്റെ പ്രശ്നം. ഇപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഒരു ഷോട്ടാണ് വേണ്ടത്, അപ്പൊ ഞാൻ അതിന്റെ റിസ്ക് പറയും. അപ്പോൾ റിസ്ക് ആന്ന് പുള്ളിക്ക് മനസ്സിലായി കഴിഞ്ഞാലാണ് നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അപകടം പറ്റാം, ഇപ്പോൾ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പ്രേക്ഷകന്റെ ഒരു തോട്ടിനനുസരിച്ച് തന്നെ ഫൈറ്റ് മാസ്റ്ററും ഇങ്ങനെ സഞ്ചരിക്കണം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായും. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ വിഷ്വൽ നമുക്ക് ആദ്യം വേണം. ഇതിന്റെ ഔട്ട് എങ്ങനെയായിരിക്കും, അതുള്ള ഒരു ഔട്ട് നമുക്ക് വേണം. ചിലപ്പോൾ വയലൻസ് ആയിട്ടുള്ള അറ്റാക്ക് ആണെങ്കിൽ വയലൻസ് രീതിയിലായിരിക്കും ഷൂട്ട് ചെയ്യുക. ക്യാമറ പോലും ആ രീതിയിൽ നമ്മൾ മാറ്റും. ആ ക്യാമറ ഓപ്ഷൻ നമ്മൾ തന്നെ ചെയ്യുക, ഷോട്ട് നമ്മളാണ് വെക്കുകയാണ്. അതുപോലെ അതിന്റെ ഇമ്പാക്ട്സ്, പ്രോപ്പർട്ടീസ് അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അത് എന്താണോ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യും. അപ്പോൾ ഡയറക്ടറിന്റെ അതേ ഒരു ക്രിയേറ്റീവ് സ്പേസ് തന്നെ സ്റ്റണ്ട് മാസ്റ്ററിനുണ്ട്. തീർച്ചയായിട്ടും. ആക്ഷൻ ഡയറക്ടർ എന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡയറക്ട് ചെയ്യണം മൊത്തത്തിൽ. ആക്ഷൻ ഡയറക്ടറാണ്, ആക്ഷൻ കൊറിയോഗ്രാഫർ ആണ്. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് ആക്ഷൻ ഡയറക്ടർ എന്ന് പറയുന്നത്, ഇങ്ങനെ ഡയറക്ടേഴ്സിന് സ്പേസ് ഉള്ളത് കൊണ്ട്. അതെ അതെ അതെ. കാരണം എന്ന് പറഞ്ഞാൽ കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആ സീൻ എങ്ങനെയെന്നുള്ളത് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇത് വിത്ത് ഷോ നമ്മൾ ക്യാമറ ആംഗിൾ നമ്മളായിരിക്കും ഫൈറ്റിന്റെ സമയത്ത് നമ്മളായിരിക്കും ക്യാമറ വെക്കുക. ക്യാമറ DOPക്ക് നമ്മളാണ് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഇന്ന പോലെയാണ് ഷോട്ട് എടുക്കേണ്ടത്, ഇതൊക്കെ നമ്മളാണ് പറയാ. എന്നാലാണ് നമ്മുടെ ആ ഔട്ട് കിട്ടുള്ളൂ. പക്ഷെ അതിനിടയിൽ കയറിയിട്ട് ഡയറക്ടേഴ്സ് മാക്സിമം ആരും ആൾക്ക് വേണ്ടത് പറയും. ആൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ആൾ ഓപ്ഷൻ പറയും എന്നല്ലാതെ അതിൽ ഇടപെടാറില്ല. ഒരു ഡയറക്ടർ ഇടപെടാറില്ല. അത് ഒരു നല്ല കാര്യമാണ്. നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് ചെയ്യാലോ. അല്ലെങ്കിൽ റിസ്ക് കൂടുതലാണ്. ഞാൻ പറഞ്ഞ പോലെയുള്ള അപകടങ്ങൾ പറ്റാം. അപകടം മനസ്സിലാക്കിയിട്ടാണ് പറയാ, സാർ നമുക്ക് ആ ഷോട്ട് ഇങ്ങനെ എടുക്കാന്നുള്ളത് പറയുന്നത്. അപകടം കൂടി ചിന്തിച്ചിട്ടാണ് പറയാം.